കേരളം വിധി എഴുതി ഇനി അങ്ങോട്ട് കണക്കുകൂട്ടലുകളുടെ മണിക്കൂറുകളാണ്. ന്യൂസ് അറ്റ് 6 PM നോക്കാം ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെ വോട്ടെടുപ്പ് സമയപരിധി പൂർത്തിയായി. പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര. സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. ഇതുവരെ 75.1% പോളിംഗ്. ഏറ്റവും ഉയർന്ന പോളിംഗ് എറണാകുളത്ത്. വിജയമുറപ്പിച്ച മുന്നണികൾ. കേരളത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പെന്നും വികസന തുടർച്ചയ്ക്ക് LDF തന്നെ വരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിർണായക ശക്തിയായി BJP മാറുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അസമിലും പുതുച്ചേരിയിലും മികച്ച പോളിംഗ്. അസമിൽ ഇതുവരെ 75.9%, പുതുച്ചേരിയിൽ 72.4%. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആചാരങ്ങളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധനാ പരിധിക്ക് പുറത്താണെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ. മതപരമായ കാര്യങ്ങൾ അവിശ്വാസികൾക്കും കോടതിയിൽ ഉന്നയിക്കാമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി. ശബരിമല യുവതീ പ്രവേശന കേസിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർത്തിയായി. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. പാലക്കാട് 39°C, കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കരാറിന്റെ തുടർ ചർച്ചകൾ നാളെ പാകിസ്ഥാനിൽ. ഇറാനുമായി ധാരണയിലെത്തിയ കരാറിലെ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ സൈനിക വിന്യാസം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 6 മണിക്കുള്ളിൽ പോളിംഗ് ബൂത്തിലെത്തിയവർക്കെല്ലാം ഇനി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. അങ്ങനെ കേരളം ആര് ഭരിക്കണമെന്ന ജനമനസ് പെട്ടിയിലായി കഴിഞ്ഞു. നിലവിൽ അറിയാൻ കഴിയുന്നതനുസരിച്ച് 75%-ലധികമാണ് പോളിംഗ്. അതായത് 75.1%. 2,71 ലക്ഷം വോട്ടർമാരിൽ 2,03,00,000 പേർ ഇതുവരെ വോട്ട് ചെയ്തു എന്നാണ് 3 മണിവരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്ക്. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പോളിംഗ് ബൂത്തുകളിൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. 140 മണ്ഡലങ്ങളിലെ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 883 സ്ഥാനാർത്ഥികൾ 23 ദിവസം നടത്തിയ ചൂടേറിയ പ്രചാരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തിയിരിക്കുന്നത്. അവസാന പോളിംഗ് കണക്കുകൾ ഔദ്യോഗികമായി വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കണക്ക് കൂട്ടലിലേക്കായിരിക്കും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ മുന്നണികളുമൊക്കെ. ഇപ്പോഴും പല ബൂത്തുകളിലും സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ ക്യൂ തുടരുന്നതിനാൽ മികച്ച കണക്കിലേക്ക് കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കോഴിക്കോട് നിന്ന് MM രാഗേഷാണ് ആദ്യം മധ്യകേരളത്തിലേക്ക് വരാം. മധ്യകേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, മികച്ച പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 6 മണിക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം കഴിഞ്ഞു. നമുക്കറിയാം പല ബൂത്തുകളിലും ഇപ്പോഴും ഈ 6 മണിക്കുള്ളിൽ ക്യൂവിൽ ഇടം പിടിച്ച പലർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് 75.1%. ഇത് ഇനിയും ഉയർന്നേക്കാം. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. നമുക്കറിയാം വോട്ടിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ ഒരു മികച്ച പ്രകടനം ജില്ല കാഴ്ചവെക്കുന്നുണ്ട്. ഇവിടെ ചിലയിടങ്ങളിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. പക്ഷേ ചിലയിടങ്ങളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അല്പം മുൻപൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, പാലാരിവട്ടത്തെ ഒരു ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആൾ ഇവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പേരെന്ന് പറയുന്നത് എൻ്റെ ഒരു അനൂപ് എന്നാണ്. ഞാൻ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ വോട്ട് ലിസ്റ്റിൽ അത് PB എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, പോസ്റ്റൽ ബാലറ്റിന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ടെൻഡർ വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അത് എന്താ അങ്ങനെ സംഭവിച്ചതെന്നറിയില്ല. ഇതേ പേരുള്ള മറ്റൊരാളുടെ അപേക്ഷ വന്നുകൊണ്ട് അങ്ങനെ എന്തോ മിസ്റ്റേക്ക് വന്നതാണ്. താങ്കൾ ഏതെങ്കിലും വിധത്തിൽ പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ള ആളാണ്? അല്ല. എന്താണ് അവർ പറയുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ വിളിച്ചപ്പോൾ പറഞ്ഞത് ഇത് എൻ്റെ എക്വിപ്പ് നമ്പർ വെച്ചിട്ട് വേറൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട് പോസ്റ്റൽ വോട്ടിന് വേണ്ടി.
അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചാണെന്നാണ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ടെൻഡർ വോട്ട് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു? ഇല്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ടെൻഡർ വോട്ട് ചെയ്യാൻ സാധിച്ചു. അവസാന നിമിഷത്തിലാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്? സാധിച്ചു, കുഴപ്പമില്ല. വേറെ മറ്റേതെങ്കിലും പരാതികളോ അന്വേഷണങ്ങളോ അങ്ങനെ? ഇല്ല, പരാതികളൊന്നുമില്ല. ടെൻഡർ വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ കളക്ടർ അടക്കം വിളിച്ചു? ഇല്ല, ഇവിടെ ബൂത്തിൽ തന്നെ തീർത്തു. ഇതാണ് ഇവിടെ പാലാരിവട്ടത്തിൽ, തൃക്കാക്കര മണ്ഡലമാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ പാലാരിവട്ടത്തിൽ ഒരു ബൂത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം. അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോസ്റ്റൽ വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന് ടെൻഡർ വോട്ട് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവസാന ഘട്ടമായപ്പോഴേക്കും അത് പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ നേരിട്ട് അത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഇപ്പോൾ അദ്ദേഹം ടെൻഡർ വോട്ട് രേഖപ്പെടുത്തി പോവുകയാണ്. എറണാകുളം ജില്ലയിൽ 77%, അത് 80-നോട് അടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലൊക്കെ അന്തിമ കണക്ക് വരുന്നതേ ഉള്ളൂ. ഒപ്പം കൊച്ചി മേഖലകളൊക്കെ, കുമ്പളങ്ങി അടക്കമുള്ള കൊച്ചി മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് വൈകുന്നേരവും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ തോതിലുള്ള ഒരു 3-4 കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണങ്ങൾ, പരസ്പരം മാറി വോട്ട് ചെയ്യുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവെ സമാധാനപരമായിട്ടാണ് എറണാകുളം ജില്ലയിൽ ഇത്തവണ വോട്ട് നടപടിക്രമങ്ങളെല്ലാം തന്നെ, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും. എത്ര ശതമാനമാണ് എന്നതിൻ്റെ ഒരു കൃത്യമായ കണക്ക് കിട്ടും. അതിൽ തന്നെ കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വോട്ടാണ് രേഖപ്പെടുത്തിയത്. ഏകദേശം 3:30 മണിക്ക് തന്നെ 80-നോടടുത്ത് വോട്ട് അവിടെ കുന്നത്തുനാട്ടിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഗ്രാമീണ മേഖലകളിൽ വലിയ തോതിലുള്ള പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. രാവിലത്തെ ഒരു കണക്ക് പരിശോധിച്ചാൽ നഗരപ്രദേശങ്ങളിലൊക്കെ രാവിലെ വലിയ രീതിയിലുള്ള പോളിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. പോളിംഗ് ശതമാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും സമാധാനപരമായിട്ട് നിലവിൽ ഈ പോളിംഗ് അവസാനിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അമ്പിളി, അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ വോട്ടർമാരുടെ ക്യൂ തുടരുന്നുണ്ട്. അവർക്കെല്ലാം വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ടാകും. എന്തായാലും ഒരു മികച്ച കണക്കിലേക്ക് കേരളത്തിലെ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. ഇതിൻ്റെ ഔദ്യോഗിക കണക്ക് എന്തായാലും വരാൻ കുറച്ചു മണിക്കൂറുകൾ കൂടി എടുക്കും. 1987 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അവസാനമായി 80% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ നിലവിൽ കണക്കനുസരിച്ച് 75% മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അന്ന് 80.5% ഇത്തവണ 2,71,00,000 വോട്ടർമാരുള്ളത് കൊണ്ട് ഏകദേശം 85% പോളിംഗ് ശതമാനം എത്തുമെന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും കോഴിക്കോട് നിന്ന് MM രാഗേഷും ചേരുന്നുണ്ട്. രാഗേഷ്, വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് രാവിലെ മുതൽ തന്നെ ഈ കോഴിക്കോടൊക്കെ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ അവസാന കണക്കനുസരിച്ച് നോക്കുമ്പോഴും പല മണ്ഡലങ്ങളിലും, ജില്ലയിലെ പല നിയമസഭാ മണ്ഡലങ്ങളിലും 77%, 76% ഒക്കെ കടന്നിട്ടുണ്ട്. ഏതെങ്കിലും ബൂത്തുകളിൽ ഇപ്പോഴും തിരക്കുള്ള ഒരു സാഹചര്യമുണ്ടോ? അതൊക്കെ സംബന്ധിച്ച് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പയ്യാനക്കലിലാണ്. പയ്യാനക്കലിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു വോട്ടർ ബഹളം വെച്ചു. അതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ ബൂത്തിൽ തന്നെയാണ് ഉച്ചയ്ക്ക് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് LDFനെതിരെ പരാതി നൽകുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യാനെത്തിയ വോട്ടർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അഹമ്മദ് ദേവർകോവിൽ ഇതേ ബൂത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് UDF പ്രവർത്തകർ ബഹളം വെച്ചിരുന്നു. അതിനുശേഷം ഫൈസൽ ബാബു UDF സ്ഥാനാർത്ഥി ഇതേ ബൂത്തിലെത്തിയിരുന്നു. അതേസമയത്തും ഇതേപോലെ തന്നെ ഫൈസൽ ബാബു മതം പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് LDF പ്രവർത്തകരും പ്രതിഷേധിച്ചിരുന്നു. നേരത്തെ ഇതേ ബൂത്തിൽ തന്നെ നേരിയ തരത്തിലുള്ള കയ്യാങ്കളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും നടന്നിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നടക്കുന്നത്? ശ്രീനിവാസൻ, എന്താണ് സംഭവം? എന്താ അറിയില്ല. വോട്ട് ചെയ്തിറങ്ങിയതാ, ഇപ്പൊ വോട്ട് ചെയ്തിറങ്ങിയതാ. ഞാനൊക്കെ വോട്ട് ചെയ്തിറങ്ങിയതാ. വോട്ട് ചെയ്തില്ല, എനിക്ക് വോട്ട് ചെയ്യണം. അതന്നെ, ചക്കുംകടവ്. ശ്രീനിവാസൻ അദ്ദേഹത്തിന് ഇവിടെ വോട്ടുണ്ടോ? സംഭവിച്ചാൽ അദ്ദേഹം ഇപ്പൊ വോട്ട് ചെയ്ത് 130-ാം ബൂത്തിൽ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയതാ.
പോലീസിനെ മർദ്ദിച്ചെന്ന് ഞാൻ പറയില്ല, വെറുതെ പറയാ സാറേ, ഒരിക്കലും ഇല്ല. ഞാൻ വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്യാൻ ടോക്കൺ എടുത്ത് നിൽക്കുക, അദ്ദേഹം വോട്ട് ചെയ്യാൻ ടോക്കൺ എടുക്കുന്നതാ. ഒരിക്കലും എന്റെ ഇത് ഞങ്ങൾ രണ്ടാൾ ഏട്ടത്തിയമ്മമാരാ, ഞങ്ങൾ കുടുംബത്തോട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. വെറുതെ പറയാണ്, വോട്ട് ചെയ്ത് ഇപ്പൊ വോട്ട് ചെയ്ത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്താ വോട്ട് ചെയ്യാൻ നിൽക്കുക, ഞങ്ങൾക്കൊക്കെ വെറുതെ പറയാം. വണ്ടിയിലിട്ട് പറയാണ്, എല്ലാരും പേടിപ്പിക്കും. വെറുതെ പറയാ സാറേ, വെറുതെ പറയാം. പറയാ ഇപ്പൊ വോട്ട് ചെയ്ത് ഇറങ്ങിയത് ഏതായാലും പോളിംഗ് ബൂത്തിൽ അദ്ദേഹം ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ കോഴിക്കോട് പയ്യാനക്കലിൽ നേരത്തെയും തെരഞ്ഞെടുപ്പിനിടെ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 77.63% ഇതുവരെയും വോട്ടിംഗ് നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിനെ എന്താ സാർ സംഭവിച്ചത്? സംഭവം പറയാം. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ അദ്ദേഹം? പറയാം, അത് മെഡിക്കൽ പരിശോധന നടത്തണമുണ്ട്. വൈദ്യപരിശോധന നടത്തണം. അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളതാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ നൽകുന്ന സൂചനകൾ. വടകരയിൽ ഏകദേശം 76.6% വോട്ടിംഗ് നടന്നിട്ടുള്ളത്. കുറ്റ്യാടി 76.6% വോട്ടിംഗ് നടന്നിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ 76.4%, പേരാമ്പ്ര 78.8%, 77.61% എലത്തൂരിൽ നടന്നിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിലാണെങ്കിൽ 77.33%. കോഴിക്കോട് സൗത്തിലാണ് ഏറ്റവും കൂടുതൽ. കോഴിക്കോട് ജില്ലയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത് 78.17%. ബേപ്പൂരിൽ 79.7%. സൗത്തിനേക്കാൾ അല്പം കൂടെ മുന്നിലാണ്. കുന്നമംഗലത്താണ് മറ്റൊരു മണ്ഡലം. കുന്നമംഗലത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയെന്ന് കണക്കുകൾ വരുന്നത്. 80.35%. കൊടുവള്ളി 77.59%. തിരുവമ്പാടി 77.3%. ഇത്തരത്തിൽ കോഴിക്കോട് ഏതായാലും 80%-അപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം ഉയരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇത് 5:30 മണിയോടുകൂടി വന്ന കണക്കുകളാണ്. ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ഇതിനകം എത്തിയിട്ടുള്ള 6 മണിക്കകം എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. പയ്യാനക്കൽ ഉച്ച മുതൽ തന്നെ ഇത്തരത്തിൽ നേരിയ തോതിലുള്ള അഭിപ്രായങ്ങളും കയ്യേറ്റങ്ങളും കയ്യാങ്കളികളും ഒക്കെയുണ്ട്. പോലീസ് അതിനനുസരിച്ചുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. വടക്കൻ ജില്ലകളിൽ കോഴിക്കോടും അതുപോലെ തന്നെ പാലക്കാടൊക്കെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് എം രാകേഷ് നൽകിയത്. കോഴിക്കോട് ജില്ലയിൽ 77% കടന്നിരിക്കുന്ന പോളിംഗ്. പല മണ്ഡലങ്ങളിലും 75% ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 4 മണ്ഡലങ്ങളിൽ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ 5 മണ്ഡലങ്ങളിൽ 80% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും വോട്ടെടുപ്പ് സമയം അവസാനിച്ചു. ഇനി പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നവർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുള്ളത്. പല ബൂത്തുകളിലും, അതായത് സംസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ള പല ബൂത്തുകളിലും ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഇനി അവർക്ക് മാത്രമായിരിക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം. ഇനി എബി ജോൺ തോമസ് കൂടി ചേരുന്നുണ്ട്. എബി, തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് മനസ്സിലാക്കുന്നത് 75% പോളിംഗ് അടുക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും ബൂത്തുകളിൽ ഇതുപോലെ തന്നെ വോട്ടർമാരുടെ ഒരു നിരയുണ്ടോ? കാരണം വോട്ടിങ്ങിനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞു. ഈ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലെല്ലാം പൊതുവെ ഈ തെക്കൻ മേഖലകളിൽ തിരുവനന്തപുരത്തേക്ക് വന്നാൽ പോളിംഗ് ശതമാനം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കുറയുകയാണ് ചെയ്തത്. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റമുണ്ട്. മികച്ച പോളിംഗ് രേഖപ്പെടുത്തി തിരുവനന്തപുരം ജില്ലയിൽ എന്നുള്ളതാണ്. ആ രീതിയിലൊക്കെ എങ്ങനെയാണ് കണക്കുകൾ? തീർച്ചയായും മുൻപെങ്ങുമില്ലാത്ത വിധം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 5:30 വരെയുള്ള കണക്ക് പ്രകാരം 75% പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു ജില്ലയിൽ എന്നുള്ളതാണ്. അതിൽ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ 77% മുകളിലേക്ക് പോളിംഗ് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 5:30 വരെയുള്ള കണക്ക് മാത്രമാണ്. അതിനുശേഷം അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തീരദേശ മേഖലകളിലൊക്കെ തന്നെയും ചില ബൂത്തുകളിൽ ഇത്തരത്തിൽ ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കൂടാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ SIR വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ ഈ
പെർസെൻറ്റേജിൽ, അതായത് ഈ ശതമാന കണക്കിൽ വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് നേമത്താണ് ഏറ്റവും കൂടുതൽ, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നതും നേമം മണ്ഡലത്തിൽ തന്നെയാണ്. അവിടെ SIR വന്നതിന് ശേഷം ഏതാണ്ട് 30,000-ൽ പരം വോട്ടിൻ്റെ കുറവ് നേരത്തെ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാവും. പക്ഷേ അവിടെ ഈ ശതമാന കണക്ക് കൂടി നിൽക്കുമ്പോഴും വോട്ടിൻ്റെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് മുൻപെങ്ങും ഇല്ലാത്ത വിധം വലിയ രീതിയിലൊരു പിന്തുണ നമ്മൾ ഇത്തവണ കാണുന്നു. സാധാരണഗതിയിൽ സംസ്ഥാനത്തിൻ്റെ ഈ ഒരു പൊതുവിലുള്ള ട്രെൻഡ് ഒരു വലിയ 70% മുകളിലേക്ക് പോകുമ്പോൾ പോലും 65% നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നേരത്തെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അത് ആ നിലയ്ക്കല്ല. എല്ലാ മണ്ഡലങ്ങളും, തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിലും 70-ന് മുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ വർക്കല, ചിറയൻകീഴ്, ആറ്റിങ്ങൽ ഈ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിലൊരു കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടങ്ങളിൽ 70% മാത്രമാണ് പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെയും 74% മുകളിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് ആറ്റിങ്ങൽ, ചിറയൻകീഴ്, വർക്കല എന്നീ 3 മണ്ഡലങ്ങളിൽ 70% പോളിംഗ്. നിലവിൽ അത് 5:30 വരെയുള്ള കണക്കാണ്. അതിനുശേഷം പോളിംഗ് ശതമാനത്തിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വരുന്ന അരമണിക്കൂറിനുള്ള ഒരു പക്ഷേ ആ ഒരു പുതിയൊരു കണക്ക് വരാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ ഘട്ടത്തിലായിരിക്കും നമുക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ പോളിംഗ് ബൂത്തിലേക്ക് ആളുകളെ കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ BLOമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ബോധവൽക്കരണ പരിപാടികൾ നിരവധിയായി നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഇത്തരത്തിൽ ആളുകളുടെ ഒരു വലിയ പങ്കാളിത്തം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുതിപ്പുണ്ടാക്കാൻ ഇടയാക്കിയത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഒപ്പം തന്നെ ബൂത്തുകളെല്ലാം തന്നെ എല്ലാവർക്കും വളരെ സമാധാനപരമായി തന്നെ വോട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഒരുക്കിയിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മികച്ച രീതിയിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് എല്ലായിടത്തും തന്നെ. തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും തന്നെ ഉയർന്നു വന്നില്ല. എല്ലായിടത്തും തന്നെ സമാധാനപരമായ രീതിയിലാണ് വോട്ടിംഗ് പുരോഗമിക്കുകയും 6 മണിയോടുകൂടി മിക്ക ഇടങ്ങളിലും തന്നെ പോളിംഗ് അവസാനിക്കുന്ന സ്ഥിതിയുണ്ട്. ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ 6 മണിക്ക് ശേഷം അത് ക്യൂവിൽ 6 മണിക്ക് എത്തിയവർക്ക് കൃത്യമായ രീതിയിൽ പോളിംഗ് അവരുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ലിപ്പ് കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം നൽകുന്നുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് കൃത്യമായ രീതിയിൽ ഈ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം അത് ഏറ്റവും മികച്ച രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ ഏതാണ്ട് 80% ഉറപ്പായും തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. 5:30 വരെ അത് 75% എത്തിയിരുന്നു. അരമണിക്കൂർ ശേഷമുള്ള കണക്കുകൾ കൂടി ഇനി വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 80% മുകളിലേക്ക് തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ മുതൽ തന്നെ മിക്ക ബൂത്തുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. പലയിടത്തും വലിയ ക്യൂ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ, വൈകുന്നേരത്തെ അവസാനത്തെ 1 മണിക്കൂറിനിടയിൽ തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ ഒരു മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേതെങ്കിലും വിധത്തിൽ ഈ അവസാന ഘട്ടത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വന്നവരെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും വരും നിമിഷങ്ങളിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. എന്തായാലും ഇവരെ ഈ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ എല്ലാവരെയും വോട്ട് ചെയ്യാനുള്ള ആളുകളെല്ലാം തന്നെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ മുന്നണികളുടെ ഭാരവാഹികൾ ആയിട്ടുള്ള ആളുകൾ, അതായത് മുന്നണിയുടെ പ്രവർത്തകർ, രാഷ്ട്രീയ മുന്നണികളുടെ പ്രവർത്തകരൊക്കെ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ കൃത്യമായ രീതിയിൽ നടത്തിയിരുന്നു. അവർക്കുള്ള വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്ന നിലയുണ്ടായിരുന്നു. ആ നിലയ്ക്ക് കൂടുതൽ എല്ലാവരുടെയും തന്നെ വോട്ട് അവിടേക്ക് എത്തിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ പോലും 80% മുകളിൽ തന്നെ പോളിംഗ് നടന്നിട്ടുള്ള ബൂത്തുകളാണ് ഇവിടെ ഉള്ളതെല്ലാം തന്നെ ഉള്ളത്. 700-ൽ പരം വോട്ടുകൾ എല്ലാ ബൂത്തുകളിലും തന്നെ ഉണ്ടായിരുന്നു. അവിടങ്ങളിലെല്ലാം തന്നെ 80% മുകളിലേക്ക് ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് എല്ലായിടത്തെയും കണക്കുകൾ വ്യക്തമാക്കുന്നത്. നേമത്ത് തന്നെയാണ് ഏറ്റവും അധികം, ഇതുവരെ ഉള്ള കണക്ക് പ്രകാരം നേമത്ത് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാട്ടാക്കടയിലും ആ സമാനമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ കഴിയുന്നത്. 77%-ഓളം അവിടെ വോട്ട് രേഖപ്പെടുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയിട്ടുള്ള കഴക്കൂട്ടം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്ന മണ്ഡലങ്ങളിലും സ്വാഭാവികമായും അവിടങ്ങളിൽ പോളിംഗ് ശതമാനം ഇത്തവണ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരത്തിൻ്റെ ജില്ലയുടെ പല ഭാഗങ്ങളിലായി അല്ലെങ്കിൽ ഗ്രാമമേഖലയിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇതിന് സമാനമായ രീതിയിലുള്ള പോളിംഗ് ശതമാനം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് 80% മുകളിലേക്ക് പോളിംഗ് എത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അമ്പിളി.
സംസ്ഥാനത്ത് മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് 140 മണ്ഡലങ്ങളിൽ 30,495 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. പലയിടങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയായി. എബി സൂചിപ്പിച്ച പോലെ തന്നെ ചില ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് ക്യൂവിൽ സ്ഥാനം പിടിച്ചവർക്ക് മാത്രം ഇനി വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകുക. 883 സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയിട്ടുള്ളത്. ഇതിൽ 85% എത്തുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണക്ക് കൂട്ടുന്നത്. എന്തായാലും 80% പോളിംഗ് രേഖപ്പെടുത്തിയ 4 മണ്ഡലങ്ങളുണ്ട്. അത് കുന്നത്തുനാട്, അതുപോലെ തന്നെ കുന്നമംഗലം, ചിറ്റൂരും അരൂരൊക്കെ ഇതിനോടകം തന്നെ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലേക്ക് വരികയാണെങ്കിലും 75%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് 5 മണി വരെയുള്ള കണക്കാണ്. ഇനി അങ്ങോട്ട് ഔദ്യോഗിക കണക്കുകൾ വരാനേയുള്ളൂ. അവസാനിക്കുമ്പോൾ തലസ്ഥാനത്ത് ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ തീരമേഖലകളിലൊക്കെ ബൂത്തുകളിൽ തിരക്കൊഴിഞ്ഞ സ്ഥിതിയിലാണ്. ആൻഫ്രിഡ് ഡിസൂസയും ചേരുന്നുണ്ട്. അൺഫിലിറ്റ്, നിലവിലെ കണക്കനുസരിച്ച് മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. ഒരു 85-ലേക്ക് എത്തുമെന്നുള്ള ഒരു വിലയിരുത്തൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് അൺഫിലിറ്റ് നിൽക്കുന്ന സ്ഥലത്തൊക്കെ, അതായത് തീരദേശ മേഖലകളിലൊക്കെ ഒരു തിരക്കൊഴിഞ്ഞ സ്ഥിതിയാണോ? കാരണം വോട്ടെടുപ്പ് പൂർത്തിയായ ഒരു സമയമാണ്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു തീരദേശ മേഖല, വിഴിഞ്ഞം മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിഴിഞ്ഞത്തെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ഇവിടെ ബൂത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ പൊതുവെ കാണാൻ കഴിയുന്നത് നമ്മളിവിടെ എത്തുന്ന സമയത്തിന്റെ ഏറെക്കുറെ സമയപരിധി കഴിയുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ക്യൂവോ തിരക്കോ ഒന്നും തന്നെ കണ്ടില്ല. അത് ഈ ബൂത്തിൽ മാത്രമല്ല, ഈ തീരമേഖലയിൽ ഓരോ ബൂത്തുകളും ടച്ച് ചെയ്താണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ തീരമേഖലകളിലൊക്കെ ഒരു 5:30 വരെയൊക്കെ തന്നെയും തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ, അതായത് അവസാന ലാപ്പിലൊക്കെ തിരക്ക് ഒഴിയുന്ന ഒരു ക്യൂ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു തള്ളിക്കയറ്റമൊന്നും തന്നെ പല ഭാഗങ്ങളിലൊക്കെ വേളി, വലിയതുറ ഈ ഭാഗം, വെട്ടുകാട് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ തീരമേഖലകളുടെ കഥ അതേ രീതി തന്നെയാണ് ഈ ഉൾപ്രദേശങ്ങളിലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അറിയാൻ കഴിയുന്നത്. ഏറെക്കുറെ ഒരു 5-5:30 തന്നെ ആളുകളുടെ ഒരു തിരക്ക് അവിടെ ഒഴിഞ്ഞ ഒരു സാഹചര്യം. പക്ഷേ തിരക്കില്ല, അവസാന സമയത്തൊക്കെ തിരക്ക് ഒഴിഞ്ഞു എന്നതുകൊണ്ട് അവിടുത്തെ പോളിംഗ് ശതമാനത്തിൽ തന്നെ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കാരണം രാവിലെ മുതൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ പ്രാദേശിക ലേഖകന്മാർ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ തീരമേഖലയിലായാലും അത് ഉൾപ്രദേശങ്ങളായാലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെയും രാവിലെ മുതൽ തന്നെ ആളുകളൊക്കെ സമ്മതിദാനം വിനിയോഗിക്കാൻ വലിയൊരു ആവേശം കാണിച്ചു എന്നുള്ളതാണ്. അത് ഈ നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതലൊക്കെ ആവേശം, അല്ലെങ്കിൽ നഗരപ്രദേശത്തോടൊപ്പം തന്നെ ഒരു ആവേശം ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. തലസ്ഥാന ജില്ലയാണ്. ഈ തലസ്ഥാന ജില്ലയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. തലസ്ഥാനം എങ്ങോട്ടാണോ ചായുന്നത് അവിടെ അവർക്കായിരിക്കും ഭരണം കിട്ടുക. അത് കുറെ കാലമായി അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ദൃശ്യം കാഴ്ച തന്നെയാണ്, മനസ്സിലാക്കിയിട്ടുള്ള സത്യവും തന്നെയാണ്. ഇത് അങ്ങനെ ഒരു ചൊല്ലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തലസ്ഥാനത്തെ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഈ വലിയ രീതിയിലുള്ള ഒരു വർധനവ് എന്ന് പറയുന്നത് 3 മുന്നണികൾ അത് അവരവർക്ക് അനുകൂലമായിരിക്കുമെന്ന് അവകാശവാദവും ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും തലസ്ഥാന ജില്ലയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഏറ്റവും വലിയ ബലാബലത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. കഴിഞ്ഞ 2021-നോ 2016-നോ സമാനമായ സാഹചര്യമേ അല്ല. 14 മണ്ഡലങ്ങൾ എടുത്താൽ പോലും അത് ഒരു മണ്ഡലത്തിൽ പോലും വലിയ രീതിയിലൊരു ആത്മവിശ്വാസം, ഉറപ്പ്, 100% ഉറപ്പ് എന്ന രീതിയിൽ ഒരു ഒറ്റ മുന്നണിക്ക് പോലും ഇവൻ നിയമത്ത് പോലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്നാണ് അവസാന ലാപ്പിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ EC വാക്കോവർ പറയുന്നു, ശിവൻകുട്ടി EC വാക്കോവർ പറയുന്നു. അതേ സ്ഥിതി തന്നെയാണ് അവിടെ കഴക്കൂട്ടത്ത് പോയാലും EC വാക്കോവറൊക്കെയാണ് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും അവർ ശക്തമായ ഏറ്റവും കൂടുതൽ ആകർഷകമായ ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്ന മണ്ഡലം വട്ടിയൂർക്കാവായാലും ട്രിവാൻഡ്രം സെൻട്രലൊക്കെ ആയാൽ പോലും, കാരണം BJPക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റമുള്ള മണ്ഡലങ്ങളായതുകൊണ്ടാണ് അവിടെ ട്രയാങ്കുലർ ഫൈറ്റ്സ് നടക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ അവസാന ലാപ്പിൽ പോലും ഇന്നലെ രാത്രി വരെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് അന്വേഷിക്കുകയും താഴത്തെ റൂട്ട് ലെവലിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ആരും തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതീക്ഷ അവർ വെക്കുന്നില്ല. കാരണം എല്ലാവരുടെയും നെഞ്ചിടിക്കുന്നതാണ്. അതേസമയം ഇന്ന് ഈ പോളിംഗിൻ്റെ ഒരു വർധന കൂടി വന്നതോടുകൂടി അത് ഏത് രീതിയിലുള്ള ഒരു അടിയൊഴുക്കിനെയാണോ സൂചിപ്പിക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് ആശങ്ക അവർക്കുണ്ടെങ്കിൽ പോലും, പക്ഷെ അവർ പരസ്യമാക്കുമ്പോൾ വലിയ രീതിയിൽ ആത്മവിശ്വാസവും ഒക്കെ തന്നെ ഈ 3 മുന്നണി നേതാക്കളൊക്കെ തലസ്ഥാനത്തെ ജില്ലയുടെ ഈ 14 മണ്ഡലങ്ങളുടെയൊക്കെ അവസ്ഥ അത് തന്നെയാണ്. പിന്നെ എൻ്റെ ശതമാന കണക്കൊക്കെ നമുക്ക് എബി നേരത്തെ വിശദീകരിച്ചതുപോലെ അത് ആ ഒരു ശതമാന കണക്കുകൾ എല്ലാ ജില്ലകളിലും 14 മണ്ഡലങ്ങൾ വലിയ രീതിയിൽ തന്നെ ഒരു വർധനമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ മുഴുവൻ സാഹചര്യം ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ അമ്പലി സൂചിപ്പിച്ച പോലെ ഈ രത്തൻ കേൽക്കർ പറഞ്ഞതുപോലെ SIRൻ്റെയൊക്കെ ആ ഒരു മുഴുവനും ഒരു ശുദ്ധീകരണം വരുത്തി, ഒരു ശുദ്ധീകരണമൊക്കെ വരുത്തിയതിന് ശേഷം ഉണ്ടായിരുന്ന ഒരു തള്ളിക്കയറ്റം തന്നെയാണ്. അതിന് നമുക്ക് തള്ളിക്കളയാനാവില്ല. അതൊരു പരമാർത്ഥം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മുന്നണികൾ പറയുന്നത് ഈ കൃത്യമായ ഒരു ഭരണ മാറ്റമോ അല്ലെങ്കിൽ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ടർമാർക്കിടയിൽ ഒരു ആവേശമുണ്ട്, വലിയ രീതിയിലുള്ള ആവേശം അവർ കാണിക്കുന്നതാണ് രാഷ്ട്രീയമായി അവർ അതിനെ വിലയിരുത്തുന്നത്. പക്ഷേ ഈ രീതിയിൽ ഒരു 80%
85% കടക്കുകയാണെങ്കിൽ കേരളത്തിൽ അതൊരു വലിയൊരു ചരിത്രം തന്നെയായിരിക്കും. കാരണം ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. ഈ ഇടതു വലത് എന്നൊരു സംവിധാനത്തിനപ്പുറത്തേക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവായി NDA കൂടി കേരളത്തിൽ സജീവമാകുന്ന ഒരു 2026 ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെയും ഈ ഒരു 80% 85% പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് പറയുന്നത് ആർക്ക് എവിടെ എങ്ങനെയാകുമെന്നുള്ള കാര്യത്തിൽ പോലും ഒരു ഉറപ്പും ആർക്കും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യവും കൂടിയാണ്. ഇതിനൊക്കെ നമ്മൾ ആദ്യം തുടക്ക സമയത്തൊക്കെ നമ്മൾ ഈ ഒരു തള്ളിക്കയറ്റം കണ്ടപ്പോൾ അതൊരു കാലാവസ്ഥയുടെയൊക്കെ സാഹചര്യം അനുസരിച്ച് ഒരുപക്ഷെ ആളുകൾ വന്നതായിരിക്കാം. പക്ഷെ രാവിലെ കാണുന്ന 7 മണിക്ക് കാണുന്ന നീണ്ട ക്യൂ അവസാനം വരെയും പല ബൂത്തുകളിലൊക്കെ, അത് ഈ തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ എല്ലാ ബൂത്തുകളിലൊക്കെ ഏറെക്കുറെ ശരാശരി നോക്കുമ്പോൾ ആ ഒരു തള്ളിക്കയറ്റം എല്ലാ ബൂത്തുകളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ആ ജനാധിപത്യത്തിൻ്റെ ആ ഒരു പ്രക്രിയ, അവനവൻ്റെ കടമ അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായി മലയാളികൾ നിർവഹിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അഭിമാനകരമായ ഒരു നിമിഷം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ മുന്നണികൾക്ക് ഇതൊരു നെഞ്ചെടുപ്പിൻ്റെ ഒരു സമയം കൂടി തന്നെയാണ്. പലരും അത് പല രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഈ മെയ് 4 വരെയും കൂട്ടലും കഴിക്കലിൻ്റെയൊക്കെ ഒരു സമയമാണ്. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ബൂത്ത് തലങ്ങൾ മുഴുവൻ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബൂത്തിൽ, അതായത് ഞാൻ പറഞ്ഞതുപോലെ വിഴിഞ്ഞം സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ ബൂത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് തീരദേശ ബൂത്താണ്. ഇവിടെ ഇവർ പറയുന്നതനുസരിച്ച് ഏറെക്കുറെ ഈ ബൂത്തിലുള്ള ഒരു 80% പോളിംഗ് ഒക്കെ നടന്നിട്ടുണ്ട് എന്നാണ്. അതിന് മുമ്പത്തെ മറ്റു പല ബൂത്തുകളിലുമൊക്കെ തന്നെ തീരമേഖല അന്വേഷിക്കുമ്പോഴും ആ ബൂത്തുകളിൽ ഏറെക്കുറെ അവരവരുടെ ലിസ്റ്റിൽ ഉള്ള ഒരു 75-ന് മുകളിൽ 80-ൽ മുകളിൽ പോലും വോട്ടിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സജീവ പങ്കാളിത്തം ഇത്തവണ വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സംവിധാനം നിർവഹിക്കുന്നതിലുണ്ടായിരിക്കുന്നു. അത് തന്നെയാണ് എല്ലാ മുന്നണികളുടെ അവരുടെ കണക്കുകളൊക്കെ ഇനി ഒരു പക്ഷേ തിരുത്തി അവർക്ക് കുട്ടയിൽ കിഴിക്കേണ്ടി വരുമോ എന്നൊരു സാഹചര്യത്തിലേക്കാണ് പലരും എത്തി നിൽക്കുന്നത്. ഇനി ഏത് രീതിയിലായിരിക്കും, കാരണം ഈ 100% നമുക്കറിയാം രാവിലെ മുതൽ തന്നെയും UDF 100% എന്ന പ്രതീക്ഷ UDF ഓരോ നേതാക്കളും പറയുന്നു. അവിടെ LDF ആയാലും മുഖ്യമന്ത്രി അടക്കം ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന രീതിയിലുള്ള പ്രയോഗങ്ങളൊക്കെയും പ്രസ്താവനകളൊക്കെയാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. വലിയ രീതിയിൽ ആവേശം LDF ക്യാമ്പിന് നൽകിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ NDAയിലെ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യം 7 മണിക്ക് വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്തിയ അദ്ദേഹം ആദ്യം പറയുന്നത് തൂക്കസഭ വരുമെന്നാണ്. ഏറ്റവും നിർണായകമായി സൂചിപ്പിച്ച പോലെ തന്നെ കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ശതമാനത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. 5 മണി വരെയുള്ള കണക്കനുസരിച്ച് 75%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. 4 മണ്ഡലങ്ങളിൽ 80% പിന്നിട്ടിരിക്കുന്നു. രാവിലെ മുതൽ വോട്ടിംഗ് ആരംഭിച്ച 7 മണി മുതൽ ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 2,71,00,000 വോട്ടർമാരിൽ എത്ര പേർ വോട്ട് ചെയ്തു എന്നുള്ള കണക്കൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. മലപ്പുറത്ത് നിന്ന് TK അരവിന്ദനും കൂടി ചേരുന്നുണ്ട്. അരവിന്ദൻ, വോട്ടെടുപ്പിന്റെ സമയം പൂർത്തിയായി കഴിഞ്ഞു. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലമുള്ള ഒരു ജില്ലയാണ്. തീരദേശ മേഖലയും അതുപോലെ തന്നെ മലയോര മേഖലയും ഒക്കെ ഉണ്ട്. എത്രത്തോളം വലിയ ഒരു പങ്കാളിത്തം അവിടെ കാണാൻ സാധിച്ചു. ഇപ്പോഴും അതുപോലെ തന്നെ ഈ മലയോര മേഖലയൊക്കെ ഉള്ളതുകൊണ്ട് ഈ വോട്ടെടുപ്പ് ചില ബൂത്തുകളിലെങ്കിലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര, അതായത് ഈ 6 മണിക്ക് മുമ്പ് ഇടം പിടിച്ച പലരും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള ജില്ല കൂടിയാണ്. അമ്പളി ഒറ്റപ്പെട്ട ചില ബൂത്തുകളിൽ ഇത്തരം നീണ്ട നിര ഇപ്പോഴും ഉണ്ട് എന്നതൊഴിച്ചാൽ ഏതാണ്ട് മറ്റുള്ള എല്ലാ ബൂത്തുകളിലും ഏതാണ്ട് 3800-ഓളം പോളിംഗ് ബൂത്തുകളുണ്ട്. ഇവിടെ ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളിലും പോളിംഗ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 6 മണിക്ക് തന്നെ വോട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ യന്ത്രം പോളിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെല്ലാം കടന്നിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇത്തരം ബൂത്തുകളിൽ നിന്ന് പോളിംഗ് യന്ത്രങ്ങൾ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഇതിനുള്ള പ്രക്രിയകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 5 മണി വരെ 75%-ഓളം പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ 74.26 ആയിരുന്നു കഴിഞ്ഞ തവണ 2021 മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം. എന്തായാലും അത് 80% കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന നമുക്ക് സൂചന. ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അവകാശവാദങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുന്നോട്ട് വന്നു കഴിഞ്ഞു. PK കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. പോളിംഗ് ശതമാനം ഉയരുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളും UDFന്റെ ഒപ്പം വരും എന്നുള്ള ആത്മവിശ്വാസമാണ് PK കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ചത്. നമുക്കറിയാം വിവിധ വിഷയങ്ങൾ. മലപ്പുറം ജില്ല മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ്. അതുപോലെ തന്നെ ഏറെ പ്രവാസി വോട്ടർമാരുള്ള മണ്ഡലമാണ്. ഇത്തരത്തിൽ എല്ലാം കൊണ്ടും മലപ്പുറത്ത് മുഴുവൻ പേര് ഏതാണ്ട് വോട്ടർ പട്ടികയിലുള്ള ഏതാണ്ട് മുഴുവൻ പേര് സ്ഥലത്തില്ലാത്തവർക്ക് ബാക്കിയെല്ലാം വോട്ടർ പ്രക്രിയയിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. മലപ്പുറം ജില്ലയിൽ ഈ 80% പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള ജില്ലയെ അപേക്ഷിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് പ്രവാസി വോട്ടർമാർ കൂടുതലാണ്. SIR വന്നതോടുകൂടി
വോട്ടർ പട്ടികയിൽ പ്രവാസി വോട്ടുകൾ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെല്ലാം ഇപ്പോൾ സ്ഥലത്തില്ല, വിദേശത്താണ്, പശ്ചിമേഷ്യയിലെ സംഘർഷമുണ്ട്. ഇത്തരം കാരണങ്ങളാൽ പ്രവാസി വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു കുറവ് മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. എന്തായാലും ഉയർന്ന പോളിംഗിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ലീഗുള്ളത്. അതേസമയം തിരൂർ പോലുള്ള മണ്ഡലങ്ങളിൽ അട്ടിമറി വിജയം നേടുമെന്ന ആത്മവിശ്വാസം ഇടതുപക്ഷവും പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പൊന്നാനിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് നടന്നിട്ടുള്ളത്. ഇതുവരത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ കൊണ്ടോട്ടിയിലാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 5 മണിക്ക് തന്നെ കൊണ്ടോട്ടിയിൽ 80% പോളിംഗ് എത്തിയിട്ടുണ്ട്. അതേസമയം പൊന്നാനിയിൽ ഇത് 69% മാത്രമായിരുന്നു. എന്തായാലും അന്തിമ കണക്കുകൾ വരുന്നതോടുകൂടി നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ കൂടുതൽ പ്രതികരണങ്ങൾ അറിയാൻ കഴിയും. ശരി, മലപ്പുറത്തും 75%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അരവിന്ദനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രതിനിധികളും സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസവും വിജയപ്രതീക്ഷയുമാണ് പങ്കുവച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 8 മണിയോടെ RC അമല 194 ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പതിവ് പോലെ വീട്ടിൽ നിന്ന് നടന്നാണ് ഇത്തവണയും വോട്ട് ചെയ്യാനെത്തിയത്. തങ്ങൾ ജനങ്ങളോടൊപ്പമാണെന്നും ജനങ്ങൾ തങ്ങൾക്കൊപ്പമാണെന്നും മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന വോട്ടെടുപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന തുടർച്ചയ്ക്ക് LDF വരണം, ചുവട് വികസിത കേരളത്തിലേക്കെന്നും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വ്യക്തമാക്കി. പാലക്കാട് പണം നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചു. പൈസയുടെ കാര്യം വേറെ, വർഗീയത വേറെ. ഈ 2 കാര്യങ്ങൾ കൊണ്ടും ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അതിപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. കാരണം നമ്മൾ ഒരു വികസിത കേരളത്തിലേക്ക് നല്ല ചുവടുവെച്ച് നിൽക്കുകയാണ്. ഒരുപാട് നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരണം. ആ പുരോഗതിക്ക്, വികസനത്തിന് ഇടവേള ഉണ്ടാകരുത് എന്നാണ് ജനങ്ങൾ പൊതുവെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ എന്ന് ഞാൻ പറയുന്നത് ഇത് കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആത്മവിശ്വാസം പങ്കുവച്ചത്. പറവൂർ കേസരി കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രയാസപ്പെട്ട് അപ്പൊ അതിന്റെ റേറ്റ് ഉയർന്നു വന്നല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിൽ നടന്നു. ഈ തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അതായത് കഴിഞ്ഞിട്ടല്ലേ വിശദമായിട്ട് പറയാം. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ടറൽ ഓഫീസറെയൊക്കെ ബന്ധപ്പെട്ട് ഇതുവരെ എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചാർജുള്ള ആളുകൾ ചെന്നപ്പോൾ മാത്രമല്ല, ഒരു പോസ്റ്റലോട്ടില്ല. ഫെസിലിറ്റേഷൻ സെന്ററിൽ 1 മുതൽ 8 വരെ ഉണ്ട്. 3 പ്രാവശ്യം പോയിട്ട് പോലും ബാലറ്റ് കിട്ടാത്തവരുണ്ട്. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് ചിലർക്ക് ഡ്യൂട്ടി എറണാകുളത്താണ്, ചിലർക്ക് വൈപ്പിനിലാണ്. വൈപ്പിനിൽ പോകുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെന്റർ, മറ്റേത് എറണാകുളത്താണ്. 2 സ്ത്രീകളൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ എത്രയോ പ്രാവശ്യം ചെന്നിട്ട് ബാലറ്റ് ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരാൾ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ആണ് നമ്മുടെ ഒരഭിപ്രായം. അതന്നെ. BJPയും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും നിയമമണ്ഡലം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരമാണ് BJP ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP നിർണായക ശക്തിയായി മാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗർ LP സ്കൂൾ
112 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വിശ്വാസമുണ്ട് വലിയ മാറ്റം ഈ ഇലക്ഷനിൽ ജനങ്ങൾ സൃഷ്ടിക്കും, ഉണ്ടാക്കും എന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് ഞങ്ങൾ ചോദിക്കുന്ന ഒരു അവസരം, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ഒരു അവസരം അസംബ്ലിയിൽ പോയി ബഹളം ചെയ്യാനല്ല, കമ്പ്യൂട്ടർ തകർക്കാനല്ല, സ്പീക്കറിന് ടേബിളിൽ പോയി ഭരണാട്യം ചെയ്യാനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ചോദിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഇത് മാത്രമാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവരും ഇന്ന് ഈ ഒരു ജനാധിപത്യ ഉത്സവത്തിൽ പങ്കെടുക്കണം, എല്ലാവരും പോയി വോട്ട് ചെയ്യണം. കേരളം മാറണം, മാറാത്തത് മാറ്റണം, കേരളം ഇനി വളരണം. BJP ഇവിടെ ഒരു നിർണായകമായ ശക്തിയായി മാറും ഈ ഇലക്ഷനിൽ. ജനങ്ങളത് അങ്ങനെ BJPക്ക് ഒരു റോൾ തരും എന്ന് എനിക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ഇതിൽ നിയമങ്ങളുണ്ട്, പോലീസ് പരിശോധിക്കട്ടെ, EC പരിശോധിക്കട്ടെ, നിയമങ്ങളുണ്ട്. അത് നിയമപരമായ നടപടി അവരെടുക്കട്ടെ. UDF മികച്ച വിജയം നേടുമെന്ന് കെ സുധാകരൻ. 100 സീറ്റിലധികം നേടും. പേരാവൂരിൽ സണ്ണി ജോസഫ് മികച്ച വിജയം കൈവരിക്കും. തനിക്കെതിരായി ഹൈക്കമാൻഡിന് സണ്ണി ജോസഫ് അയച്ചു എന്ന് പറയുന്ന കത്തിൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ കത്ത് ശരിയോ തെറ്റോ എന്ന് അറിയാനാകൂ എന്നും കെ സുധാകരൻ പറഞ്ഞു. നല്ല പ്രതീക്ഷ. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും, നമ്മുടെ നാട്ടിലെ എല്ലാ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എന്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർ ഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%. ആ 100% നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ, അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. കേരളത്തിൽ ശക്തമായ ത്രികോണ മത്സരമാണെന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വാശിയും പണവും ഇറക്കിയുള്ള മത്സരമാണ് നടന്നത്. ചിലയിടത്ത് 2 പേർ തമ്മിലുള്ള മത്സരം ശക്തമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. കോൺഗ്രസിൽ 3-4 പേർ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്നുണ്ട്. NDA മുൻ വർഷത്തേക്കാൾ കൂടുതൽ വോട്ട് ശതമാനം നേടുമെന്നും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ എന്ന് തനിക്കറിയില്ലെന്നും വെള്ളാപ്പള്ളി. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ 100 സീറ്റ് കിട്ടുന്നവരും അതിൻ്റെ അപ്പുറത്ത് കിട്ടുന്നവരും ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്താകും, എങ്ങനെയാകും എന്ന് പെട്ടി ഒട്ടിച്ച് അറിഞ്ഞ ശേഷം പറയുന്നതായിരിക്കും വളരെ ഭംഗി. കനത്ത പോളിംഗാണ്. എന്നാലും പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. സംസ്ഥാനത്ത് UDF അനുകൂല ട്രെൻഡെന്ന് PK കുഞ്ഞാലിക്കുട്ടി. പോളിംഗ് ശതമാനം കൂടുന്നത് വളരെ പോസിറ്റീവാണെന്നും അദ്ദേഹം മലപ്പുറം ജില്ലയിൽ എല്ലായിടത്തും UDF വൻ വിജയം നേടുമെന്നും ഡീലിനെ മറികടക്കുന്ന വിജയമാണ് ഉണ്ടാവുകയെന്നും കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. വളരെ നല്ല റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. UDF ക്യാമ്പുകൾ എല്ലായിടത്തും സംസ്ഥാനത്തൊട്ടാകെ വളരെ ആഹ്ലാദം വരുന്നതാണ്. വളരെയധികം അനുകൂലമായ ഒരു ട്രെൻഡാണ് എന്നാണ് UDF പ്രവർത്തകർ മുഴുവൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വേങ്ങരയൊക്കെ. അങ്ങനെയായിരുന്നു വിലയിരുത്തിയത്. പക്ഷെ അവിടെയൊക്കെ ഇപ്പൊ നിലവിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് പോൾ ശതമാനം കുറവാണ്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. ഭൂരിപക്ഷത്തിൽ കൂടും. ശതമാനം നോക്കണ്ട, ഭൂരിപക്ഷത്തില് വലിയ ഭൂരിപക്ഷം എങ്ങനെയും ഉണ്ടാവും. UDFന്റെ വോട്ടുകളൊക്കെ പോൾ ചെയ്തിട്ടുണ്ട്. UDFന്റെ വോട്ട് മുഴുവൻ പോൾ ചെയ്യും. മലപ്പുറം മേഖലയൊക്കെ ഉള്ള സ്വഭാവം തന്നെയാണ്. വളരെ വലിയ പോളിംഗ് ശതമാനമൊന്നും കാണൂല. അതിന് പല കാരണങ്ങളുണ്ട്. പുറത്തുള്ളവരൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നല്ല വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. മലപ്പുറം ജില്ലയിലെ UDFന്റെ ട്രെൻഡാണ്. അത് എവിടെയും ഒരു വ്യത്യാസവും കാണൂല. പൊന്നാനിയിലെ പോളിംഗ് ശതമാനം കുറയുന്നത് UDFന് അനുകൂലമായ ഒരു സാഹചര്യമാണെന്ന് കരുതുന്നുണ്ട്. അല്ല, അത് അതിനെപ്പറ്റിയൊക്കെ പല വ്യാഖ്യാനമുണ്ട്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം പറയാം. മലപ്പുറം ജില്ലയില് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളിലും UDFന്റെ ട്രെൻഡാണ്. വിജയവും ഉണ്ടാവും.
എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ അക്ഷര വോട്ട് ചെയ്തു. വിരലിൽ മുറിവുമായി എത്തിയ കണ്ണംകുളങ്ങര സ്വദേശിനി അക്ഷര 4.5 മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വോട്ട് ചെയ്ത് മടങ്ങിയത്. യുവതിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോളിംഗ് ഉദ്യോഗസ്ഥർ നിഷേധിക്കുകയായിരുന്നു. ഇടത്തെ കൈയിലെ ചൂണ്ടുവിരലിൽ മുറിവായതുകൊണ്ട് മഷി പതിപ്പിക്കാനാകില്ല എന്നതായിരുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ നിലപാട്. 1:30 കൈക്കുഞ്ഞുമായി എത്തിയ യുവതിക്ക് 6 മണിയോടെയാണ് വോട്ട് ചെയ്യാൻ സാധിച്ചത്. മിക്സിയിൽ കൈ കുരുങ്ങി വിരലിൽ 15 സ്റ്റിച്ചുമായാണ് യുവതി എത്തിയത്. ഉദ്യോഗസ്ഥർക്ക് അതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞായിരുന്നു വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നത്. ഇതോടെ സത്യവാങ്മൂലം എഴുതി വാങ്ങി അധികൃതർ വോട്ട് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിച്ചു. സ്ഥലത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. അവസാനം 4 മണിക്കൂറുകൾ കാത്തുനിന്നാണ് വോട്ട് ചെയ്യാനായത്. എന്റെ ഈ കൈയുടെ ഇത് അഴിച്ചു മാറ്റണമെന്നാണ് വിശ്വാസമാണെങ്കിൽ അവര് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് അവര് വിശ്വസിക്കാനായിട്ട് തയ്യാറാവണില്ല. മേലുദ്യോഗസ്ഥരോട് വിളിച്ചു പറയിച്ചിട്ട് അവർ നേരിട്ട് ഇടപെട്ടിട്ടും അവര് ഒന്നിനും തയ്യാറായില്ല. ഇപ്പോൾ 6 മണി സമയം ഇത്ര 1:30 വന്നാണ് ഞാൻ ഇത്ര മണിക്കൂറിനുള്ളിലാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത്. പക്ഷേ ജനാധിപത്യ വിശ്വാസം എന്ന നിലയിൽ ഇന്ന് നടന്നിട്ടുള്ള അനുഭവത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? ഈ രീതിയിൽ പോകേണ്ട കാര്യങ്ങളുണ്ടായിരുന്നോ? എനിക്കുള്ള അനുഭവം ആർക്കും ഉണ്ടായിരുന്നെന്നാണ് എന്റെ ആഗ്രഹം. അക്ഷയയുടെ ദയനീയാവസ്ഥ കാര്യം അവരെ ഉദ്യോഗസ്ഥരെ അറിയിച്ചല്ലോ. അവരെന്താണ് എന്റെ മോളും ഞാനും എന്റെ അച്ഛനും അമ്മയും വന്നതാണ്. അമ്മ തിരിച്ചു പോയി. ഞാനും എന്റെ അച്ഛനും 1:30 വന്നിട്ട് ഇതിപ്പോ 6 മണി സമയം. ഞാനും അച്ഛനും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. അവർ നിങ്ങളുടെ സ്വദേശിയാണ്, നിങ്ങളുടെ വിവരങ്ങളൊന്നും സ്വദേശിയാണ്, എവിടുന്ന് വന്നാണ് അത്രയും കാര്യങ്ങൾ? ഞാൻ എന്റെ വീട് സ്വന്തം വീട് കണ്ണംകുളങ്ങര, ഹസ്ബൻഡിന്റെ വീട് ആനന്ദപുരം. ഞാൻ അവിടെ നിന്നാണ്. അക്ഷയ അവർ ഷൗട്ട് ചെയ്യോ മറ്റോ ചെയ്തതായിട്ട് ഉള്ളിൽ പോയ സമയത്ത് അങ്ങനെ അച്ഛൻ അടക്കമുള്ള ആളുകളോട് പറഞ്ഞു. അവര് ഇത് ഇഞ്ചുറി കാണണം എന്നുള്ള വാശിയിൽ തന്നെയായിരുന്നു. എന്ത് പറഞ്ഞിട്ടും ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഓഫീസർ സമ്മതിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിച്ചിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്? ആളിത് അപ്പോ വിരലില്ലാത്തവർക്ക് മാത്രം മറ്റേ ഫിംഗറിൽ ഇത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മറ്റ് സഹപ്രവർത്തകരടക്കം മറ്റു പേരിൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിയമവിരുദ്ധമെന്ന് ആള് പറഞ്ഞിട്ടുണ്ട്. പലതവണ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടു, അവരെ കാര്യങ്ങൾ അറിയിച്ചു. അതിനുശേഷം അക്ഷയെ അവർ വിളിച്ച് സംസാരിച്ചു, കളക്ടർ വിളിച്ച് പറയിക്കുന്നു പറഞ്ഞിട്ടും ആള് കളക്ടർ വന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഓഫീസർ. ഇത്ര ഫൈറ്റ് ചെയ്തിട്ട് ഒരു വോട്ട് ചെയ്തപ്പോൾ എന്താണ് കുറെ കാലം വോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് തോന്നുന്നു? അഭിമാനം തോന്നുന്നു. ജനാധിപത്യത്തിന് വേണ്ടി വോട്ട്. അതെ, സങ്കടം തോന്നിയിരുന്നോ? വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടം? അതെ, ഇത്ര മണിക്കൂർ വീഴ്ച നിന്നിട്ട് വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്നും അറിയാത്ത ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഭക്ഷണം കഴിച്ചില്ല, അച്ഛൻ കാത്തു നിൽക്കുന്നതായിരുന്നു. വളരെ ഇമോഷണലായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയമായിരിക്കും കടന്നു പോയത് അല്ലേ? അതെ അതെ, എല്ലാവരും വിളിച്ചു പറയലും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വേറെ അതൊന്നും പോരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. താങ്ക് യു. വോട്ട് ചെയ്യാനെത്തുന്ന എല്ലാവരെയും പരിഗണിക്കുക എന്ന ഉദ്ദേശത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ ഇടങ്ങളിൽ ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരുന്നു. ഇവയിലൊന്നായിരുന്നു കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 48ാം ബൂത്ത്. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 48ാമത്തെ ബൂത്തിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. അത് ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്താണ്. ഏതായാലും ഇവിടെ ഈ സ്കൂളിൽ എല്ലാവിധ സൗകര്യങ്ങളും വോട്ടർമാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കിക്കൊണ്ട് പോളിംഗ് ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. കാഴ്ച പരിമിതിയുള്ളവർക്ക് ബൂത്ത് നമ്പറുകളും സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും മനസ്സിലാക്കാൻ ഇവ ബ്രെയിൽ ലിപിയിൽ എഴുതിയിട്ടുള്ള പേപ്പറുകളും പതിച്ചിട്ടുണ്ട്. കേൾവിശക്തി ഇല്ലാത്തവർക്ക് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ നോട്ടയുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവ ബൂത്ത് നിയന്ത്രിക്കുന്നവരെല്ലാം ഭിന്നശേഷിക്കാർ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പൊതുവിൽ നമ്മളുടെ ഇത്തരം തെരഞ്ഞെടുപ്പ് പോലുള്ള പ്രക്രിയകളൊക്കെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ആളുകൾ വിചാരിക്കുന്നത് നമ്മൾ ഡിസേബിൾഡ് ആയതുകൊണ്ടാണെന്നാണ്. മറിച്ച് ഈ സിസ്റ്റം ഏബിൾ ബോഡീഡിന് മാത്രം ചെയ്യാവുന്ന രീതിയിൽ ആയതുകൊണ്ടാണ്. അത് നമ്മൾ പരമാവധി ആക്സസിബിൾ ആയിക്കൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു. ഗ്രേറ്റർ ആയിട്ട് എന്താണ് ഡിസേബിൾഡിൻ്റെ സാധ്യതകൾ, ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റും. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സ് കഴിഞ്ഞവർക്കും വീൽചെയർ സൗകര്യവും വീട്ടിൽ നിന്ന് പോളിംഗ് സ്റ്റേഷനിലെത്തിച്ച് തിരികെ എത്തിക്കുവാനുള്ള വാഹന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ ബൂത്തിൽ വോളണ്ടിയർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട്.
ഞങ്ങൾ കോഴിക്കോട് CRCയിൽ ഡിപ്ലോമ ഇൻ ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രിട്ടേഷൻ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങളിവിടെ വന്നത് ഭിന്നശേഷിക്കാരായ ഹിയറിംഗ് ഇമ്പയർഡ് ആയുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിരഞ്ഞെടുപ്പ് വോട്ടർമാർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുമെന്ന് തീർച്ച. ക്യാമറമാൻ അനുരാഗിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇനി മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇറാനുമായി ധാരണയിലെത്തിയ കരാറിലെ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കപ്പെടുന്നതുവരെ ഇറാന് ചുറ്റുമുള്ള സൈനിക വിന്യാസം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക വെടിനിർത്തലിലേക്ക് എത്താനുള്ള കരാറിന്റെ തുടർ ചർച്ചകൾ നാളെ പാകിസ്ഥാനിൽ നടക്കും. ലബനിലെ ഇസ്രയേൽ ആക്രമണങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ, ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവ്യക്തത എന്നീ പ്രശ്നങ്ങളിൽ തട്ടി താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് വീണ്ടും ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നത്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർത്തിയായി. ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആചാരങ്ങളുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധനാ പരിധിക്ക് പുറത്താണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം മതപരമായ കാര്യങ്ങൾ അവിശ്വാസികൾക്കും കോടതിയിൽ ഉന്നയിക്കാമെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി പരാമർശിച്ചു. വിശ്വാസികളല്ലാത്തവർ ഹർജി നൽകേണ്ടതില്ലെന്നും ശബരിമലയിൽ പ്രവേശനം വേണമെന്ന് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസിയായ യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് BB നാഗരത്ന ഇന്നലെ ചോദിച്ചിരുന്നു.